ബ്രിട്ടനിൽ മന്ത്രിസഭ രൂപീകരിച്ച പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഏഞ്ചല റെയ്നർ ഉപപ്രധാനമന്ത്രിയാകും, ഡേവിഡ് ലാമി വിദേശകാര്യ സെക്രട്ടറിയാകും. 25-അംഗ മന്ത്രിസഭയിൽ 11 സ്ത്രീകളാണുള്ളത്. ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ചേരും. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഗുഡ് മോർണിംഗ് സൈഫുനിസ അലിയാർ, എന്തൊക്കെയുണ്ട് അന്താരാഷ്ട്ര മേഖലയിൽ വിശേഷങ്ങൾ? സർക്കാർ രൂപീകരണമൊക്കെ എവിടെ വരെയായി? ഗുഡ് മോർണിംഗ് സുജയ. സർക്കാർ രൂപീകരണമൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയായി കെയർ സ്റ്റാമർ അധികാരമേറ്റിരുന്നു. രാജാവിനെ നേരിട്ട് കണ്ട ശേഷമാണ് അധികാരമേറ്റത്. നമ്പർ 10 ഔദ്യോഗിക വസതിയിൽ എത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു കെയർ സ്റ്റാമർ. ഇനി ബ്രിട്ടന് പുതിയൊരു ഭാവിയാണ്, പുതിയൊരു ബ്രിട്ടനെ പുനഃസൃഷ്ടിക്കാൻ പോവുകയാണ് എന്നാണ് ഇന്നലെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം കെയർ സ്റ്റാമർ പറയുന്നത്. അപ്പോഴെല്ലാം ചോദ്യങ്ങൾ ഉയർന്നത് ആരൊക്കെയാകും മന്ത്രിസഭയിൽ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അപ്പോഴൊന്നും കെയർ സ്റ്റാമർ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു മറുപടി പറഞ്ഞത്. എന്തായാലും അധികാരത്തിലേറി മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണമാണ് കെയർ സ്റ്റാമർ നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 11 പേരും സ്ത്രീകളാണ് ഈ മന്ത്രിസഭയിൽ അംഗങ്ങളായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉപപ്രധാനമന്ത്രിയായി ആഞ്ചല റെയ്നറെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഒപ്പം തന്നെ വികസനം, ഹൗസിംഗ് ആൻഡ് കമ്മ്യൂണിറ്റീസ് വകുപ്പുകളുടെ ഏകോപന ചുമതല ആഞ്ചല റെയ്നർ വഹിക്കും. ഒപ്പം തന്നെ മന്ത്രിസഭയുടെ ആദ്യ യോഗം രാവിലെ ചേരുന്നുണ്ട്. 25-അംഗ മന്ത്രിസഭയിലും 11 പേരും വനിതകളാണ്. അത് തന്നെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. UK സംബന്ധിച്ചോളം അടുത്തൊന്നും നമ്മൾ കാണാത്ത രീതിയിലുള്ള അത്രയും സ്ത്രീകളുടെ ഒരു വലിയൊരു പങ്കാളിത്തം ഈ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്ത് പറയേണ്ടത്, ഡേവിഡ് ലാമി വിദേശകാര്യ സെക്രട്ടറി ആകും എന്നുള്ളതാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി ഏറ്റവും അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരാളാണ് ഡേവിഡ് ലാമി വിദേശകാര്യ സെക്രട്ടറി ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ സഹകരണം ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ഈ മാസം തന്നെ, അതായത് ഉടനെ തന്നെ ഡേവിഡ് ലാമി ഇന്ത്യയിൽ സന്ദർശനം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് മുൻപേ തന്നെ ഈ മാസം ഇന്ത്യയിലേക്ക് വരുമെന്ന് ഡേവിഡ് ലാമി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഡേവിഡ് ലാമി വരിക വിദേശകാര്യ സെക്രട്ടറി ആയിട്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ UK ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വനിതാ ധനമന്ത്രി വരികയാണ്. റേച്ചൽ റീവ്സ് ആണ് വനിതാ ധനമന്ത്രിയായി അധികാരമേറ്റിരിക്കുന്നത്. എക്കണോമിക്സിൽ ബിരുദധാരിയായ റേച്ചൽ റീവ്സ് ഏറെക്കാലം ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. ഒപ്പം തന്നെ എഡ് കൂപ്പർ ആഭ്യന്തര സെക്രട്ടറി ആയിരിക്കുന്നു. നേരത്തെ ഗോർഡൻ ബ്രൗണിൻ്റെ മന്ത്രിസഭയിൽ 2007 മുതൽ 2010 വരെ എഡ് കൂപ്പർ അംഗമായിരുന്നു. ഇത് കൂടാതെ 2005-2010 ലേബർ പാർട്ടിയുടെ മന്ത്രിസഭയിലുണ്ടായിരുന്ന മറ്റ് 2 മന്ത്രിമാരും എഡ് മിഡ്ലാഡും ഹിലറി ബെന്നും ഈ മന്ത്രിസഭയിലും അംഗങ്ങളായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കെയർ സ്റ്റാമറുടെ ചില രസകരമായ കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഋഷി സുനക് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി, അതായത് അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി അധികാരത്തിലേക്ക് എത്തുന്നു. അതും മനുഷ്യാവകാശ നിയമത്തിൽ ബിരുദം നേടി, ഓക്സ്ഫോർഡിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗാസയടക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ മുന്നിലുണ്ട്. അതിലൊക്കെ എടുക്കുന്ന നയവും നിലപാടും ഒരു ചേഞ്ചിന് വേണ്ടിയാണ് ഇത്തവണ ബ്രിട്ടൻ വോട്ട് ചെയ്തത് എന്നുള്ളത് നമുക്ക് ഫലത്തിൽ നിന്ന് തന്നെ വ്യക്തമായതാണ്. എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ, അതായത് പ്രായത്തിൻ്റെ ഒരു പക്വത, അതുകൂടി ജീവിതാനുഭവങ്ങൾ, അതെല്ലാം വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ പുതിയ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം, അല്ലേ സൈഫുനിസ? തീർച്ചയായിട്ടും കെയർ സ്റ്റാമറിന് പ്രായം കൂടുതലുണ്ടെങ്കിൽ പോലും എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മന്ത്രിസഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം അടക്കമുള്ള കാര്യങ്ങളിൽ പോലും വളരെ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് കെയർ സ്റ്റാമർ തുടങ്ങുന്നത്. ഒപ്പം തന്നെ ഇന്നലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പോൾ പോലും കെയർ സ്റ്റാമർ പറഞ്ഞ കാര്യം, ഇനി ഒരു നിമിഷം പോലും നമുക്ക് മാറ്റിവെക്കാനില്ല, പുതിയ ബ്രിട്ടനെ പുനഃസൃഷ്ടിക്കാൻ പോവുകയാണ്, ഓരോ നിമിഷവും ഇനി പ്രധാനപ്പെട്ടതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു അധികാരം ഏറ്റെടുക്കലാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. കെയർ സ്റ്റാമർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുകയാണ്. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ പല തീരുമാനങ്ങളും ബ്രിട്ടനെ സംബന്ധിച്ചോളം ഏറെ നിർണായകമാകുന്ന തീരുമാനങ്ങളെല്ലാം ഇന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അധികാരം ഏറ്റെടുത്ത് ഓഫീസിലെത്തിയെങ്കിൽ പോലും ലോക നേതാക്കൾക്ക് മറുപടി നൽകുകയായിരുന്നു കെയർ സ്റ്റാമർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ കെയർ സ്റ്റാമറെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ബന്ധം കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കാനും സഹകരിക്കാനും കഴിയട്ടെ എന്നുള്ളതായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചത്. എന്തായാലും അതിൻ്റെതായ രീതിയിൽ ആ ഇടപെടൽ ഉണ്ടാകുമെന്ന് പറയുന്നു. നേരത്തെ തന്നെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഗാസ വിഷയത്തിൽ ഒരു ഗാസയ്ക്ക് അനുകൂലമായി
അനുകൂലമായി പലസ്തീൻ അനുകൂലമായി എപ്പോഴും നിൽക്കുന്ന ഒരാളാണ് കെ സ്റ്റാമർ. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടും പലസ്തീൻ അനുകൂലമായ നിലപാട് കെ സ്റ്റാമറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം UK-യിൽ 10% മുസ്ലിം വോട്ടർമാരുണ്ടായിരുന്നു. അവരുടെ വോട്ടുകൾ കെ സ്റ്റാമറിന് ഈ ലേബർ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 412 എന്ന വലിയൊരു ഭൂരിപക്ഷത്തിൽ കെ സ്റ്റാമറിന് അധികാരം ഏറ്റെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വളരെ വിപ്ലവകരമായ പല തീരുമാനങ്ങളും നമുക്ക് UK-യിൽ നിന്ന് കേൾക്കാനാകും. ഓക്കെ, താങ്ക് യു. സൈഫുന്നിസ അലിയാറാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി